എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്നൊരു ഏത്തയ്ക്കാപ്പം റെഡിയാക്കിയാലോ. കുറച്ച് നല്ല പഴുത്ത ഏത്തയ്ക്കാപ്പം ഉണ്ട് കേട്ടോ. അത് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത മാവാണ് ഒരു 2 സ്പൂൺ അരിപ്പൊടി, ഒരു കുറച്ച് മൈദാമാവ്, പിന്നെ ശകലം ജീരകം, ഇച്ചിരി ലേശം ഉപ്പ്, ഒരു കുറച്ച് ശകലം ഒരു 1-2 സ്പൂൺ പഞ്ചസാര, നമ്മൾ എടുക്കുന്നതിന് അനുസൃതമായിട്ട് പഞ്ചസാര. അപ്പോൾ അത്രയിട്ട് ഞാൻ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏത്തയ്ക്ക മാവിലേക്ക് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് ഏത്തയ്ക്ക നമ്മളോളം മാവിൽ മുക്കി നല്ല ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ക്രിസ്പി ആകാറായിട്ടുണ്ട്. നോക്കിക്കേ, നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നിങ്ങൾ അരിപ്പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കി നോക്കുക. അടിപൊളിയായിരിക്കും. ഞാൻ എടുത്തിട്ട് നിങ്ങളെ ഒന്നുകൂടെ എല്ലാം കാണിക്കാം. അപ്പം ഗൈസ് നമ്മുടെ ഏത്തയ്ക്കാപ്പം നല്ല മൊരിഞ്ഞ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ മൊരിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ചൂടോട് കൂടി കൊടുക്കുക. നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്ന ഫുഡിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണയ്ക്കകത്ത് നമ്മളത് റെഡിയാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം സൈനിങ് ഓഫ്, ഗീത സാബു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക.